ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് പാഠമായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന മനോഹരമായ ആ ഒരു പാഠത്തിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, ഇത് ലോകപ്രസിദ്ധിയായ ഹെലൻ കെല്ലറുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒരു പാഠമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടിട്ടും തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു വനിതയായി മാറിയ ഡിസേബിൾഡ് പേഴ്സണാണ് ഹെലൻ കെല്ലർ. അപ്പോൾ ഈ ഒരു കഥയുടെ പേര് കൊടുത്തിരിക്കുന്നത് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നാണ്. അപ്പോൾ ഹെലൻ കെല്ലറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. Helen Keller, 1880 to 1968, was born in Alabama, USA. യുഎസ്എയിലെ അലബാമ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹെലൻ കെല്ലർ ജനിച്ചത്. ഷീ ലോസ്റ്റ് ഹെർ സൈറ്റ് ആൻഡ് ഹിയറിംഗ് 19 months ആഫ്റ്റർ ബർത്ത് ഡ്യൂ ടു ആൻ അൺഡയഗ്നോസ്ഡ് ബ്രെയിൻ ഡിസീസ്. അപ്പോൾ ഒരു പ്രത്യേക രോഗം ബാധിച്ച്, തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗം ബാധിച്ച് 19 മാസം പ്രായമുള്ള സമയത്ത് ഹെലൻ കെല്ലർക്ക് തൻ്റെ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടമായി. ഷി വെന്റ് ഓൺ ടു ബിക്കം ദ ഫസ്റ്റ് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ടു ഗ്രാജുവേറ്റ് ഇൻ അമേരിക്ക. പക്ഷേ ഹെലൻ കെല്ലറുടെ ജീവിതത്തിൽ തൻ്റെ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ലോകത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നു. ആദ്യമായി ഗ്രാജുവേഷൻ നേടുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു ലോകത്തിലെ ആദ്യത്തെ സ്ത്രീയായി അവർ മാറുകയാണ്. She was considered one of 100 most influential people in the country. അപ്പോൾ അറിയപ്പെടുന്ന ഒരു വ്യക്തി, ലോകത്തിലെ പ്രശസ്തരായ ആളുകളുടെ ലിസ്റ്റിൽ വരുന്ന ഒരു വ്യക്തിയാണ് ഹെലൻ കെല്ലർ. ടുഡേ ഹെലൻ കെല്ലർ ഈസ് എ സിംബൽ ഓഫ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ഒരു ഉറച്ച തീരുമാനം, അതുപോലെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന കാര്യത്തിൽ തൻ്റെ കുറവുകളെ മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ വ്യക്തികളായി തീർന്നിട്ടുള്ള ആളുകളുടെ ലിസ്റ്റിൽ വരുന്ന ഒരു വ്യക്തിയാണ് ഹെലൻ കെല്ലർ. ഹെർ ഓട്ടോബയോഗ്രഫി എ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഈസ് എ റെക്കോർഡ് ഓഫ് ഹെർ സ്ട്രഗിൾസ് ആൻഡ് സക്സസ്. ഇവരുടെ ജീവിതത്തിലെ ഇവർ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും ഇവരുടെ വിജയങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്ന ഹെലൻ കെല്ലറുടെ ആത്മകഥ, ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാഠത്തിൻ്റെ എൻട്രി ആക്ടിവിറ്റി ആയിട്ട് 3 ആളുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പല വിധത്തിലുള്ള വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തികളായി മാറിയ 3 വ്യക്തികളാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ്, അദ്ദേഹം ഒരു ഭൗതിക ശാസ്ത്രജ്ഞനും പ്രപഞ്ചശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായിരുന്നു. അതുപോലെ അരുണിമ സിൻഹ, ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ സ്ത്രീയാണ്. അതുപോലെ അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനാണ് രവീന്ദ്ര ജെയിൻ എന്ന് പറയുന്നത്. ഈ 3 വ്യക്തികളും അവരുടെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തികളായി മാറിയവരാണ്. ഇവരെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. സ്റ്റീഫൻ ഹോക്കിംഗ്, renowned physicist and cosmologist, faced significant disabilities throughout his life. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന് ഒരു പ്രത്യേക രോഗം ബാധിച്ചിരുന്നു. നോട്ടബിളി അമിയോട്രോഫിക് ലാറ്ററൽ സ്ലെറോസിസ്, ALS എന്ന് പറയുന്ന ഒരു പ്രത്യേക അസുഖം ബാധിച്ച് 21-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ തളർന്നു പോവുകയാണ് ഉണ്ടായത്. Diagnosed when he was only 21 years old, ALS gradually paralyzed him. അപ്പോൾ അദ്ദേഹം ശരീരം തളർന്ന് അദ്ദേഹം എപ്പോഴും വീൽ ചെയർ തൻ്റെ ജീവിതം തള്ളി നീക്കേണ്ട വന്നു. ഫോഴ്സിങ് ഹിം ടു റിലേ ഓൺ എ വീൽ ചെയർ ആൻഡ് സ്പീച്ച് സിന്തസൈസർ ടു കമ്മ്യൂണിക്കേറ്റ്. അതുപോലെ സംസാരിക്കാനും കഴിയില്ലായിരുന്നു. ഒരു സ്പീച്ച് സിന്തസൈസർ എന്ന ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ആശയവിനിമയം നടത്തിയത്. ഡെസ്പൈറ്റ് ദീസ് പ്രൊഫൗണ്ട് ഫിസിക്കൽ ചലഞ്ചസ്, അപ്പോൾ ഇത്തരത്തിലുള്ള ശാരീരിക വെല്ലുവിളികൾ ഉണ്ടായിട്ടും ഹോക്കിംഗ് continued to make groundbreaking contribution to theoretical physics, particularly in the field of black holes. അപ്പോൾ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് ഉള്ള പഠനങ്ങളുടെ കാര്യത്തിൽ കോസ്മോളജി ഒക്കെ
അതുപോലെ ക്വാണ്ടം മെക്കാനിക്സ് തുടങ്ങിയ ഫിസിക്സിലെ ഭൗതിക ശാസ്ത്രത്തിലെ മേഖലകളിൽ വലിയ സേവനം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയായി അദ്ദേഹം മാറി. അപ്പോൾ ഇത്രയൊക്കെ ശാരീരികമായിട്ടുള്ള വിഷമതകൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റായി മാറി ഇദ്ദേഹം. ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഇൻ്റലക്ട് അലൗഡ് ഹിം ടു ഓവർകം ദ ലിമിറ്റേഷൻസ് ഇമ്പോസ്ഡ് ബൈ ഹിസ് കണ്ടീഷൻ, ഡെമോൺസ്ട്രേറ്റിംഗ് റെസിലൻസ് ആൻഡ് പുഷിംഗ് ദ ബൗണ്ടറീസ് ഓഫ് സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്. എന്നിട്ടും അദ്ദേഹം തളർന്നു പോയില്ല, മാനസികമായിട്ട് തളർന്നു പോയില്ല. ശരീരം തളർന്നപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വലിയ സംഭാവന ലോകത്തിന്, ശാസ്ത്രത്തിന് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹോക്കിങ്സ് ലൈഫ് സെർവ്സ് ആസ് ആൻ ഇൻസ്പിറേഷൻ. ഇപ്പോഴും ആളുകൾക്ക് പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇല്ലസ്ട്രേറ്റിംഗ് ദാറ്റ് ഡിസബിലിറ്റീസ് need not define one's capabilities and that the human spirit and intellect can triumph over adversity. ഇപ്പം മനുഷ്യൻ്റെ ആത്മാവിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ആ മഹാനായ ശാസ്ത്രജ്ഞൻ. ഇനി അടുത്ത ആളുടെ കാര്യം നമുക്കൊന്ന് നോക്കാം. അരുണിമ സിൻഹ, ഓൾസോ നോൺ ആസ് ദി അയൺ ലേഡി, ഉരുക്കു വനിത എന്നറിയപ്പെടുന്നു, അതുപോലെ മൗണ്ടൻ ക്വീൻ എന്നറിയപ്പെടുന്നു. ഈസ് എ റിമാർക്കബിൾ ഇൻഡിവിജ്വൽ ഹു ഓവർകെയിം ഇമ്മൻസ് അഡ്വേഴ്സിറ്റി. ഇപ്പം ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് പ്രശസ്തയായ ഒരു വ്യക്തിയാണ് അരുണിമ സിൻഹ. In 2011, she faced a life-changing event when she was thrown off a moving train by robbers while defending herself. But ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കള്ളന്മാരുടെ ആക്രമണത്തിൽ ട്രെയിനിൽ നിന്ന് താഴെ വീഴുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു കാൽ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അരുണിമ സിൻഹ എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ട്രാജിക് ഇൻസിഡൻറ്റ്, അരുണിമ ലോസ്റ്റ് വൺ ഓഫ് ഹെർ ലെഗ്സ്. ഒരു കാൽ നഷ്ടപ്പെടുന്നു. റാദർ ദാൻ സക്കംബിങ് ടു ഡെസ്പയർ. അപ്പോൾ അതിൽ വിഷമിച്ചിരിക്കാതെ അത് ഒരു വിജയമാക്കി അവർ മാറ്റി. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒരു വിജയമാക്കി അവർ മാറ്റി. ഷീ ടേൺഡ് ഹെർ ട്രാജഡി ഇൻ ടു എ ട്രയംഫ് ബൈ ബിക്കമിങ് ദ ഫസ്റ്റ് ഫീമെയിൽ ആംപ്യൂട്ടി ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ്. അപ്പോൾ മൗണ്ട് എവറസ്റ്റ് കൊടുമുടി കയറുന്ന ആദ്യത്തെ ഒരു കാല് ഇല്ലാത്ത ഒരു സ്ത്രീ എന്നുള്ള ബഹുമതി അവർക്ക് ലഭിച്ചു. അച്ചീവിങ് ദിസ് റിമാർക്കബിൾ ഫീറ്റ് ഇൻ 2013. 2013 അവർ ആ ലക്ഷ്യം നേടി. ഹർ ജേർണി ടു ദ സമ്മിറ്റ് ഓഫ് എവറസ്റ്റ് സിംബലൈസസ് ഹർ ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ്. അപ്പോൾ അവരുടെ ഒരിക്കലും തളരാത്ത ആ ഒരു ആത്മവിശ്വാസം, ധൈര്യം, അവരുടെ സ്ഥിരോത്സാഹം, അവരുടെ ഉറച്ച തീരുമാനം, അത് എല്ലാ പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട് വിജയത്തിലെത്താൻ അവരെ സഹായിച്ചു. അരുണിമ സിൻഹാസ് സ്റ്റോറി ഇൻസ്പയർസ് മില്യൺസ് അറൗണ്ട് ദ വേൾഡ്, ഡെമോൺസ്ട്രേറ്റിംഗ് ദാറ്റ് ഡിസബിലിറ്റീസ് ഡു നോട്ട് ലിമിറ്റ് വൺസ് പൊട്ടൻഷ്യൽ. അല്ല, ഇത്തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ അല്ലെ ശാരീരിക വൈകല്യങ്ങൾ അത് ഒരു തടസ്സമല്ല. നമുക്കൊരു ഉറച്ച ചിന്താഗതിയും ആത്മധൈര്യവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രശ്നങ്ങളെയും നേരിടാം, വിജയിക്കാം എന്നൊക്കെ ഉള്ളതിന് ഒരു തെളിവാണ് അരുണിമ സിൻഹ. ഇനി മറ്റൊരു വ്യക്തി നമ്മൾ കണ്ടത് രവീന്ദ്ര ജെയിൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ മ്യൂസിക് കമ്പോസറാണ്. അതുപോലെ അദ്ദേഹം പാട്ടുകൾ എഴുതുന്ന വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഡിസബിലിറ്റീസ് ഫേസ് ചെയ്തു. ഫേസ്ഡ് ചലഞ്ചസ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഡ്യൂ ടു ഹിസ് ബ്ലൈൻഡ്നെസ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഡെസ്പൈറ്റ് ലൂസിങ് ഹിസ് ഐസൈറ്റ് അറ്റ് എ യങ് ഏജ്, വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് സംഗീതത്തോടുള്ള സ്നേഹം അത് മാറിയില്ല. രവീന്ദ്ര ജെയിൻസ് പാഷൻ ഫോർ മ്യൂസിക് റിമെയിൻ അൺഡിറ്റേർഡ്. സംഗീതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഈ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം നിലനിർത്തി. ഹി റോസ് ടു പ്രോമിനൻസ് ഇൻ ദ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ അദ്ദേഹം മനോഹരമായ ധാരാളം ഗാനങ്ങൾ എഴുതുകയും അത് കമ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കമ്പോസിങ് സോൾഫുൾ മെലഡീസ് ആൻഡ് റൈറ്റിംഗ് പോയിന്റ് ലിറിക്സ് ദാറ്റ് ടച്ച് ദ ഹാർട്ട് ഓഫ് മില്യൺസ്. ഹിസ് എബിലിറ്റി ടു ക്രിയേറ്റ് ഇമോട്ടീവ് ആൻഡ് ടൈംലെസ് മ്യൂസിക് ആൻഡ് ഹിം വൈഡ് സ്പ്രെഡ് അക്ലൈം ആൻഡ് റെക്കഗ്നീഷൻ. അപ്പോൾ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന, അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനും
കവിയും ഒക്കെയായി അദ്ദേഹം മാറി. തൻ്റെ ഈ ഡിസബിലിറ്റീസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു അറിയപ്പെടുന്ന വ്യക്തിയായി മാറി. രവീന്ദ്ര ജെയിൻസ് ജേർണി ഈസ് എ ടെസ്റ്റമെന്റ് ടു ഹിസ് ടാലന്റ്. അദ്ദേഹത്തിൻ്റെ കഴിവ്, അതുപോലെ സ്ഥിരോത്സാഹം, പെർസിവറൻസ്, റെസിലൻസ്, ആത്മാർത്ഥത, ഇൻ ഓവർകമ്മിങ് ദ ബാരിയേഴ്സ്, തടസ്സങ്ങളെയൊക്കെ നേരിട്ടുകൊണ്ട് മുന്നേറാൻ അദ്ദേഹത്തെ സഹായിച്ചു. Through his music, he left an enduring legacy that continues to inspire and uplift audiences across generations. അപ്പോൾ ഇപ്പോഴും ധാരാളം ആളുകൾ ഇപ്പോഴും ഒരുപാട് ഇഷ്ടത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം സംഗീതം, പാട്ടുകൾ അദ്ദേഹം രചിക്കുകയുണ്ടായി.